ഹലോ കുട്ടികളെ, അപ്പോൾ ദാ ഇന്ന് നമ്മൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുടിക്കാൻ വെള്ളം നിറയുന്നതാണ്. അപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ടാങ്കൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ അതിനകത്ത് അമീബ വളരാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പം നമ്മൾ 2-3 ദിവസം കൂടെ നമുക്ക് വെള്ളം കുറവായിരുന്നത് കൊണ്ട് അപ്പം നമ്മൾ ഇന്ന് ടാങ്ക് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ എൻ്റെ അനിയനെ ഞാൻ അവനെ ഇറക്കിയിട്ടുണ്ട് ടാങ്കിനകത്തോട്ടും. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, ഈ വെള്ളമാണ് ദൈവമേ നമ്മൾ ഇത്രയും ദിവസം കുടിച്ചുകൊണ്ടിരുന്നതെന്നും. അങ്ങനെ ദാ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം വറ്റിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം കുറേയൊക്കെ അതിൽ നിന്ന് കപ്പിലിട്ട് ആ ബക്കറ്റിലോട്ട് കോരി മുകളിൽ നിന്ന് നമ്മൾ ചെടിക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കൊച്ചു ബക്കറ്റിൽ 10 വട്ടമെങ്കിലും കോരിക്കാനും കേട്ടോ വെള്ളം. അങ്ങനെ വെള്ളം കോരി നമ്മൾ ചെടിക്കൊക്കെ നന്നായിട്ട് നിറച്ചതിന് ശേഷം പിന്നെ ഒരു ചകിരിയും പാട്ടയും കുപ്പിയൊക്കെ കൊടുത്ത് അവനെ കൊണ്ട് അത് വെച്ച് ഫുൾ തേച്ച് കഴുകിക്കാനായിട്ട്. അപ്പം നന്നായിട്ട് ഉരച്ച് കഴുകുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം കോരി തന്നെ അതിനെയും കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ചിത്തുക്കുട്ടനും അമ്മയും കൂടെ മുകളിലോട്ട് കയറി വന്നു എന്നെ കാണാത്തതുകൊണ്ട്. അപ്പോൾ ചിത്തുക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ കഴുകിയിട്ട് ബാക്കി വന്ന വെള്ളം പിന്നെയും കോരി നമ്മൾ തറയിലും ചെടിയിലൊക്കെ ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് ഒഴിക്കുന്ന നമ്മൾ ബാക്കി ഇങ്ങനെ ചെടിയിലോട്ട് ഒഴിക്കാനാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരുപാട്, അതായത് നല്ല സന്ധ്യയായി. 4 മണിക്കൊക്കെ ഇറങ്ങിയെങ്കിൽ നമ്മളൊരു 7 മണിയെങ്കിലായി കേട്ടോ നമ്മൾ വൃത്തിയാക്കി കയറിയപ്പോഴത്തേക്കും. അപ്പോൾ ഇതാ നല്ല സന്ധ്യയായപ്പോഴത്തേക്കും അവന് കഴുകി നല്ല വീണ്ടും വെള്ളം വറ്റിച്ച് കോരാനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല വൃത്തിയായി. അപ്പോൾ അതാ വീണ്ടും നമ്മളതിനെ ഒരു ടവൽ കൊടുത്തിട്ട് അതിൽ നിന്ന് മുക്കി പിഴിഞ്ഞ് അവനോട് കോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നല്ല ഇരുട്ടായി കേട്ടോ. ഞാൻ അപ്പോൾ ഫ്ലാഷ് ഇട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നേരത്തെ കണ്ടതും ഇപ്പോൾ കണ്ടതും നല്ല വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീടുകളിൽ ഇതുപോലെയൊക്കെ ടാങ്ക് വൃത്തിയില്ലാതെ കിടപ്പുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിള്ളേരെയൊക്കെ വിട്ട് ഇങ്ങനെ ഇറക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി 2-3 ദിവസം ഞങ്ങൾക്ക് വെള്ളം ഇല്ലായിരുന്നു കേട്ടോ പൈപ്പിൽ. അപ്പം നമ്മൾ വെള്ളം നിറഞ്ഞിട്ട് അടുത്ത വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.